ബാല്യകാലത്ത് ഉണ്ടായിരുന്നുണ്ടോ ഇവിടെ എത്തിയത്? എന്തോ പ്രത്യേകിച്ച് ഓർമ്മ എന്നില്ല. കുറേ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അഭിനയിച്ചോ കൊള്ളാമെന്ന് തോന്നി. ഐ ട്രൈഡ് ഫോർ ദാറ്റ് ആൻഡ് ഐ കെയിം. അന്ന് ഒരു നടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് അഭിനയം പഠിക്കാൻ പോയത് ഒരു ഡൽഹി പോയത് ആനന്ദ് സാറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ആ വർഷം. ഇൻസ്റ്റിറ്റ്യൂട്ട് അതെ. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? കേരളത്തിൽ അങ്ങനെ ആരും സാറിന് ജോലി കിട്ടി, ഉദ്യോഗസ്ഥനായിരുന്നു. അതിനിടയ്ക്കാണ് സാർ. അപ്പോഴാണ് അവരുടെ പരസ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ അപ്ലിക്കേഷൻസ് കോൾ ഫോർ അഡ്മിഷൻ. ഐ അപ്ലൈഡ്, വെന്റ് ഫോർ ഇൻ്റർവ്യൂ, ഗോട്ട് ഇറ്റ് ആൻഡ് ജോയിൻഡ്. എഫർട്ട് ഇവിടുന്ന് ഡൽഹി വരെ യാത്ര ചെയ്യുന്ന ഒരു എഫർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് സിനിമയിലേക്കുള്ളൊരു വഴി എങ്ങനെയാണ്? അവിടെ തേർഡ് ഇയർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന പടത്തിൻ്റെ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡയറക്ടർ രാമകരിയാട്ട്, ആർട്ടിസ്റ്റ് തോപ്പിൽ വാസി, എൻ്റെ മാനേജർ അവരെല്ലാം കൂടെ അവിടെ വന്നിരുന്നു. അവിടെ മലയാളി അസോസിയേഷൻ ഒരു റിസപ്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഐ ഓൾസോ അറ്റൻഡ്. അപ്പോൾ ഇങ്ങനെ ഭാഷയെ നേരത്തെ അറിയാവുന്ന ഭാഷ ഇങ്ങനെ രാമകരിയാട്ടിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് നാടകത്തിൽ, അത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നേ. നാടകത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, സിനിമയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മൈ ഇൻട്രസ്റ്റ് ഇസ് ആക്ടിങ്. അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നില്ല. സോ ഐ ജോയിൻഡ് ഹിയർ. അപ്പോൾ തന്നെ ഈ ഓഫർ ഞങ്ങളുടെ ഒരു പടം എടുക്കാൻ പോകണ്ട, അതിൻ്റെ അകത്തൊരു റോളുണ്ട്, ക്യാൻ യു ഡു ഇറ്റ്. അവൻ ആഫ്റ്റർ 3 months ആണ് ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് മതി, 3 months കഴിഞ്ഞ് തുടങ്ങുന്നുള്ളെന്ന് പറഞ്ഞു. സോ ദെൻ ആഫ്റ്റർ 3 months ഐ വെൻ്റ് ആൻഡ് ജോയിൻഡ്. മൂട് അന്നത്തെ ഒരുപാട് അത് കഴിഞ്ഞ് സാർ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, ഒരുപാട് ഇതായി. എന്നിട്ട് 72 സ്വയംവരത്തിൽ അഭിനയിക്കുന്നു. സാർ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു വരവുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്ന് തന്നെ അഭിനയം. അത് മെയിൻ സ്ട്രീം അതിൻ്റെ ആർട്ടെന്നോ അല്ലെങ്കിൽ ക്ലാസ് ഒന്നോ അല്ല കൊമേഴ്സ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദി പ്രൊഡ്യൂസേഴ്സ് ഓർ ഡയറക്ടേഴ്സ്. ആസ് ആൻ ആക്ടർ ഓൾ ദി സെയിം. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള വരവ്? അതിനേക്ക് വേണമെന്ന് ഇവിടെ വന്ന് അഭിനയിക്കാന്ന് ചോദിച്ചു, അഭിനയിക്കാന്ന് പറഞ്ഞു, പോയി അഭിനയിച്ചു. പ്രോസസ് പ്രത്യേകിച്ച് പ്രോസസ് ഒന്നുമില്ല. അവർ നേരത്തെ തന്നെ അറിയായിരുന്നു. അവർ കാരണം അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആളായിരുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ആളാണ്. സിനിമയായിരുന്നു. അവരിവിടെ വന്നിട്ട് ഈ സൊസൈറ്റി തുടങ്ങിയല്ലോ, ചിത്രലേഖ ഫിലിം സൊസൈറ്റി. ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഭാസ്കരൻ നായർ, മറ്റേ കൊളത്തൂർ ഭാസ്കരൻ നായർ അറിയാമായിരുന്നു. അപ്പോൾ ബൈ ദാറ്റ് ടൈം ഐ വാസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. അപ്പോൾ ഇങ്ങനെ ഇത് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. ഐ വെന്റ് ആൻഡ് ആക്ടർ. പുതുമുഖ സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഗോപാലകൃഷ്ണൻ നേരത്തെ അറിയാമല്ലോ. ഇത് ഞാൻ സ്റ്റുഡിയോ ഉണ്ടാക്കിയ എല്ലാം തന്നെ ഇത് പടം പിടിക്കാൻ വേണ്ടിയായിരുന്നു. സോ ഞാൻ ആസ്വദിച്ച് ചെയ്തതും ചെയ്തിട്ടുള്ളതും ദി റോൾ ഓഫ് എ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നോട്ട് ദി പ്രൊപ്പറേറ്റർ, മനസ്സിലായത്, നോട്ട് ദി ഫൈനാൻഷ്യൽ, ബട്ട് ദി മാൻ ഹു മേക്സ് ദി ഫിലിം. അതിവിടെ ഇപ്പോൾ ഈ പ്രൊപ്പറേറ്റർ എന്നോ മുതലാളി എന്നൊക്കെ പറയാനുള്ള സാധിക്കുന്ന ആളുകളെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഹി ഈസ് നോട്ട് ദി പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ ഇസ് ദി മാൻ ഹു പ്രൊഡ്യൂസസ് ദി ഫിലിം, നോട്ട് സ്പെൻഡ്സ് മണി ഫോർ ഇറ്റ്. അതെ, എല്ലാ മേഖലകളും ഫ്രോം സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ. ഇത്ര നാൾ അനുഭവിച്ച ഏറ്റവും സ്നേഹം തോന്നുന്ന ഒരു കഥാപാത്രമാണ്? അങ്ങനെയൊന്നുമില്ല, ധാരാളം കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയണ ഒരു ജന്മീൻ്റെ പേരായിരിക്കും പറയുക. അതിന് മുമ്പ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഭാർഗവിനിലെ ഓളവും തീരവും, ഉമ്മാച്ചു, പിന്നെ കുറേ പടങ്ങളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈവൻ ഇതിൻ്റെ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ ക്യാരക്ടർ. ദെൻ ഇടയ്ക്ക് ധാരാളം പടങ്ങൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു, തീക്കനൽ എന്ന് പറഞ്ഞൊരു പടമുണ്ടായിരുന്നു. അതിനുശേഷം ഉമാ സ്റ്റുഡിയോയിൽ എടുത്ത കുറേ പടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം പടങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് 90s ഒക്കെ വരാൻ നേരത്തെ ഐ തിങ്ക് കുടുംബസമേതം എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അതായിരുന്നൊരു ശരിക്കും ഒരു ആക്ടർക്ക് ഒരു ആക്ട് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ വലിയ അങ്ങനെ ഗംഭീരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും അനുഭവങ്ങളിൽ നിന്നുള്ളൊരു എന്തായിരുന്നു ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ളൊരു ജീവിത വീക്ഷണത്തെക്കുറിച്ചുള്ള അങ്ങനെ പ്രത്യേകം വീക്ഷണമൊന്നുമില്ല, ഉള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഇത്രയേ ഉള്ളൂ. ജീവിത വീക്ഷണം മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം ഇവർ എല്ലാ സെക്കൻഡിലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ലക്ഷ്യം വച്ചിട്ടുള്ള മുന്നോട്ടുള്ള പോക്കല്ല, നമ്മളെ വഴി ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നു. ഈ മാധവൻ നായർ എന്ന പേരായിരുന്നു മധുവായി മാറുന്ന അല്ല, അത് രാമകരിയാട്ടും പരമേശ്വരൻ നായരും പി ഭാസ്കരനും ഒക്കെ കൂടി ചെയ്തതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടില്ല, മാറ്റി പടം ഇറങ്ങിയ ശേഷം ഞാൻ അറിയാം. അതെ, അച്ഛൻ മേയറായിരുന്നു തിരുവനന്തപുരം. അതെ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും? ശരി, അച്ഛനെ കുറിച്ച് ഓർമ്മ പറഞ്ഞാൽ ഒരു പുസ്തകം എഴുതേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ മോനായിരുന്നു. വളരെ ശാസിച്ചൊക്കെയാണ് വളർത്തിയത്, പക്ഷേ ധാരാളം സ്നേഹിച്ചിരുന്നു.
ഒരു അച്ഛൻ്റെ കൂടെ ഒരു 10-50 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് അച്ഛനെ കുറിച്ച് ഓർമ്മ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു ഇറ്റ് പോസിബിൾ. അച്ഛൻ നല്ല അച്ഛനായിരുന്നു, സ്നേഹമുള്ള ആളായിരുന്നു, സ്ട്രിക്റ്റായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു, ഒക്കെ കൊണ്ട് ജീവിച്ച മനുഷ്യനുമായിരുന്നു. വ്യക്തിമുദ്ര പതിപ്പിച്ച സമകാലീനയെ കുറിച്ചുള്ളൊരു ഓർമ്മ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരെ കുറിച്ചെല്ലാം ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അങ്ങനെ ഓർമ്മിച്ചിട്ട് ആവശ്യമില്ല. ബിക്കോസ് ദയർ ലൈവ് പൊക്കിപ്പോയവരെ കുറിച്ച് എല്ലാവരെ കുറിച്ചും നല്ല ഓർമ്മയുണ്ട്. എല്ലാവരുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. നാളെ ഞങ്ങളുടെ 100ാം വാർഷികമാണല്ലോ. ഹി വാസ് മോറലെസ് എൽഡർ ബ്രദർ ടു മീ. വരാൻ നേരത്തെ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്തിരുന്നു. നസീർ വാസ് എ ഫ്രണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള അവരെല്ലാം തന്നെ എന്നെ ഒരു മൂത്ത ചേട്ടനായിട്ട് ഇൻക്ലൂഡിങ് ജയൻ, അവർ സോമൻ, അവർ സുകുമാരൻ, അവർ ഓൾ ഓഫ് ദം, അവരെല്ലാം വളരെ എന്താ പറയുക ഫാമിലിയിലെ അനിയന്മാരെ പോലെ ആയിരുന്നു. ഇപ്പോൾ ഉള്ളവരും അങ്ങനെ തന്നെ. എൻ്റെ അടുത്ത് എല്ലാവർക്കും വലിയ കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു എന്താ പറയുക ക്ലാഷിൻ്റെ ആവശ്യമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഏജിൻ്റെ ഡിഫറൻസിന് ക്യാരക്ടേഴ്സിൻ്റെ ഇതും വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ ജലസിയോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓർമ്മിക്കുന്ന ഒരുപാട് ഓർമ്മകൾ സിനിമകളിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീവിദ്യയായിട്ടാണ് കൂടുതൽ പേർ ചെയ്തിട്ടുള്ളത്. നല്ല ശ്രീവിദ്യയും ആണ്, ജയഭാരതിയാണ്, ശാരദയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവസാനം ശ്രീവിദ്യ നിങ്ങൾ ഓർക്കാൻ കാരണം അവസാനം എൻഡിൽ ഒരു 74 കഴിഞ്ഞ ശേഷം അധികം അഭിനയിച്ചിട്ടുള്ളത് ശ്രീവിദ്യ. അതെ 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 അതെ. ഷീ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. നല്ല ആർട്ടിസ്റ്റായിരുന്നു. ഒരു നല്ല എന്താ പറയുക എല്ലാം ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട അഭിനയമായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഈവൻ ഇത് പല മലയാളി നടികളും മറ്റുള്ളവരുടെ ശബ്ദം കടം വാങ്ങിച്ചിരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഡബ് ചെയ്യുന്ന കാലത്ത് മലയാളി അല്ലെങ്കിൽ ഷീ യൂസ് ടു ഡബ് ഹെർ ഓൺ വോയിസ്. അത് ഈ മലയാളത്തിൽ മാത്രമല്ല, അവർ ഹിന്ദിയിൽ, തെലുങ്കിൽ, കർണാടകത്തിൽ, തമിഴിൽ അവർക്ക് ഈ ഭാഷ ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ശക്തി ഭയങ്കരമായിരുന്നു. എല്ലാ രീതിയിലും ഒന്നെന്ന് പറയുന്നത് ബ്ലെസ്സഡ് ആർട്ടിസ്റ്റ്. പുതിയ തലമുറ സിനിമകൾ ഞാൻ എല്ലാം കണ്ടിട്ടില്ല. ഞാൻ ഈ DVD ഇറങ്ങി കഴിഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ പുതിയ തലമുറ ഈ പഴയ തലമുറയിൽ വന്ന എന്തോ ഈ സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം വന്നിട്ട് ഇന്ന ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് പടമെടുക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്താന്ന് പറയാൻ ഒരു 3rd റേറ്റ് റൈറ്റേഴ്സ് അവർക്ക് വേണ്ടി കഥ എഴുതാൻ തുടങ്ങി. 4th റേറ്റ് ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. പടങ്ങൾ വന്നിട്ട് ഇതുമാതിരി പൊട്ടി ആളുകൾ തിയേറ്ററിലോട്ട് തിരിഞ്ഞു നോക്കാൻ പോകാത്തൊരു അവസ്ഥ വന്നപ്പോൾ കുറച്ച് പുതിയ ആളുകളൊക്കെ വെച്ചിട്ട് പുതിയ ഡയറക്ടേഴ്സിന് കുറേ പടങ്ങളെടുത്തു. അതൊരു വലിയ റിലീഫാണ്. എന്ത് റിലീഫാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ലൈക്ക് ഒരുമാതിരി പൊളിച്ച പഴങ്കഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കണവന് അല്പം ചൂട് കഞ്ഞിവെള്ളം കൊടുത്താൽ ഉപ്പ് ഇട്ട് അതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ. ബട്ട് അതുകൊണ്ട് ഒരു സദ്യയാണെന്ന് ഞാൻ പറയില്ല. മേ ബി സദ്യയിലേക്കുള്ള യാത്രയായിരിക്കാം. നാളെ അത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അതെ. വേറൊരു കാര്യമില്ല, സാറ് ഹിന്ദി അധ്യാപകനായിരുന്നു കോളേജിൽ. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ആദ്യകാലത്ത് സിനിമ വിട്ട് അധ്യാപകനാകണമെന്ന് എപ്പോഴെങ്കിലും തോന്നി? ഇപ്പോഴും ഞാൻ അധ്യാപകനാണ്. ഞാൻ ഈ ഇത് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടില്ലെന്നേ ഉള്ളൂ. മറ്റേ പിള്ളേരുടെ അവധി വരാൻ നേരത്ത് ഈ അഭിനയ കളരി എന്ന് പറഞ്ഞിട്ട് 6 വീക്സ് കോഴ്സ് ഞാൻ നടത്തുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു അധ്യാപകനുണ്ട്. ഒരു പക്ഷേ അധ്യാപകൻ ഉള്ളതുകൊണ്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യണമെന്നും പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ തോന്നിയത്. ഈ അരനൂറ്റാണ്ട് കാലത്തെ ഒരു അനുഭവത്തിൽ ഏറ്റവും ഓർമ്മിക്കത്തക്ക എന്തെങ്കിലും ഒരു സങ്കടം, ഏറ്റവും മനസ്സിലെപ്പോഴും ഒരു സങ്കടം എന്ന് വെച്ചാൽ നീറ്റിലെന്നല്ല, ഒരു എന്ന് പറയാൻ നീറ്റിൻ്റെ മനസ്സെങ്ങനെ നീറാറില്ല. കാരണം ഒരുപാട് ലൈഫ് എന്നെക്കാളും ഒരു കഷ്ടപ്പെടുന്നത് വേദനിക്കുന്ന ആളുകൾ ധാരാളം ലോകത്തുണ്ട്. അപ്പോൾ ചില സമയത്ത് വിഷമം തോന്നാറുണ്ട്. അതിൽ കൂടുതൽ വിഷമം തോന്നുന്നവർ എൻ്റെ മനസ്സ് നീറാറില്ല. കാരണം ഐ ആം എ ഫൈറ്റർ. നീറിയിട്ടുള്ള കരഞ്ഞിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ഇവിടെ ഓണംകാരാ മൂലയിൽ അവിടെ ചെന്നൊരു ഉമാ സ്റ്റുഡിയോ തുടങ്ങിയല്ലോ. അതിലവിടെ തെണ്ണി കിടന്നതന്നെ എല്ലാം വിളിച്ച് അവിടെ ജോലി കൊടുത്തിട്ട് ഇവിടെ വീട്ടിൽ നിന്നൊരു ചെറുക്കനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ അവൻ ഇവിടുന്ന് യാത്ര ചോദിച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് മുക്കിലുള്ള കടയിലെല്ലാം യാത്ര ചോദിച്ചിട്ടാണ് അവൻ പോയത്. ഞാനിവിടെ ഇല്ലായിരുന്നു അന്ന്. കോട്ടയത്ത് ചെയ്ത പടത്തിൻ്റെ ഷൂട്ടിങ്ങിനായിരുന്നു. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും രാഷ്ട്രീയ ക്ഷുദ്രജീവികളും ഉണ്ടല്ലോ, ചില്ലറ കാശ് എൻ്റെ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവനെ കാണാനില്ല, അവൻ കൊലപ്പെട്ടതാണ്, ഞാൻ കൊന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അവൻ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു പാർട്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു. യുവമാർ ആദ്യമായിട്ട് പോയിട്ട് അവിടെ ലോക്കൽ ആളുകളെല്ലാം കൂടെ ഒപ്പിട്ട ഒരു കടലാസ് പ്രൈമറി ചീഫ് മിനിസ്റ്റർ കൊണ്ടു കൊടുത്തു. ഇങ്ങനെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, കൊലപാതകം നടന്നിരിക്കണം. അതുമാത്രമല്ല അവിടെ അന്ന് പഞ്ചായത്ത് റോഡായിരുന്നു, ടാക്സി പോലും അതിലേ വരില്ല, അവിടെ എത്താൻ നിവർത്തില്ല. അവിടെ സ്റ്റുഡിയോ ഉണ്ടാക്കിയതിൻ്റെ അച്ഛൻ തന്നെ അവിടെ പോയിട്ട് ഈ
കടത്ത് കിടന്ന് പോയിട്ടാണ് സ്റ്റുഡിയോ കിട്ടിയത്. എന്നിട്ട് അവിടെ ജോലി തെണ്ടിത്തിരിഞ്ഞ് പിള്ളേരെല്ലാം അതിൻ്റെ അകത്താക്കി. ഇവരെല്ലാം പറഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഒരു നേരം ആഹാരം ഇല്ലാത്തവന് 4 നേരം ആഹാരം, നല്ല ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് എന്തോ ആയിക്കോട്ടെ, യവന്മാർ ഈ ജീവികളോ ആണെങ്കിലും യവന്മാർ മനുഷ്യരല്ലേ, അവർക്ക് ചില്ലറ പ്രോവിഡൻറ്റ് ഫണ്ടെന്നോ ഉദ്യോഗ കയറ്റമെന്നോ പെർമനൻ്റ് ജോലിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവരെയും കൂടി ഇതിൽ കൂടി കൂട്ടിയിട്ട് ഈ പഞ്ചായത്തിൽ കാർ പോകാത്ത, മനുഷ്യൻ പോകാത്ത പഞ്ചായത്ത് റോഡും പാലമില്ലാത്ത ആ സ്ഥലത്ത് ഇവിടെ വന്ന മന്ത്രിമാരുടെ എല്ലാം കാല് പിടിച്ചാലും PWD റോഡാക്കി, എങ്കിലേ ബസ് വരുള്ളൂ. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വിളിച്ച് ബസ് വരുത്തി. ആ ബസ്സിൻ്റെ പുറകെ തന്നെ ഇവന്മാർ ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ ഓർന്ന് നന്മ ചെയ്തിട്ട് വലിയ കാര്യമില്ല അല്ലേ എന്ന് മനസ്സിൽ തോന്നിപ്പോയി. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അതിൽ തളർന്നൊന്നുമില്ല. ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ഇവനെല്ലാം ശിക്ഷിച്ചതേ ഉള്ളൂ, മനസ്സിലായല്ലേ. അന്ന് മാത്രമല്ല, അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആക്കി മാറ്റി ഞാൻ. അന്ന് മലയാളമല്ല, സിനിമ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെറ്റീരിയലായിട്ടോ, കാരണം ചെറുക്കൻ പോകുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ദുഃഖിക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല, നിരാശപ്പെടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ നോ വാട്ട് വാസ് വാട്ട്, ഐ ന്യൂ ഐ വിൽ കം ബാക്ക്. കാരണം അവനും അങ്ങനെയല്ല, ഒരു അഡ്വഞ്ചറർ എന്നുള്ളതല്ലാതെ 10-14 വയസ്സേ ഉള്ളേ. അവനിങ്ങനെ ചാടി ഒന്ന് പോയി ട്രെയിനിലൊക്കെ കയറി പോയി അഡ്വഞ്ചർ കാണിച്ചു എന്നുള്ളതേ. അപ്പോൾ ഇത് വന്നപ്പോൾ എന്തു ചെയ്യാൻ, കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കാനുള്ള, എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു നല്ല ബുദ്ധിയുണ്ടല്ലോ, ഐ തിങ്ക് ദാറ്റ് ഗോട്ട് പാരലൈസ്ഡ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ജീവിതത്തിന്റെ അതെ. വേറൊരു കാര്യമില്ല സാറിൻ്റെ ഒരു എന്തായാലും ഇത്രയും വർഷം സിനിമാ ജീവിതം, സന്തോഷം, ഏറ്റവും ഹാപ്പിനെസ് തോന്നിയൊരു സംഭവം? സെക്കൻഡ് ഐ വാസ് ഹാപ്പി, മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെ പടങ്ങളൊന്നും അങ്ങനെ വലിയ ഫ്ലോപ്സ് ആയില്ല. 10-14 പടം പിടിച്ചില്ല. 2 എണ്ണത്തിന് മാത്രമേ ചിലവാക്കി കാശ് കിട്ടാറുള്ളൂ. ഈ 2 എണ്ണവും ഞാൻ ഡയറക്റ്റ് ചെയ്തായിരുന്നില്ല, മനസ്സിലായില്ലേ. 2 എണ്ണവും പോട്ടെ, പേരൊന്നും പറയണില്ല, ആകെ 2 പടത്തിന് മാത്രമേ എനിക്ക് ചിലവാക്കി കാശ് കിട്ടാറുള്ളൂ. അപ്പോൾ പടം പിടിക്കാൻ പോകുമ്പോഴേ, സ്റ്റുഡിയോ ഉണ്ടാക്കാൻ പോകുമ്പോഴേ, സ്റ്റുഡിയോ ഒരു വൈറ്റ് എലിഫൻ്റ് ആണെന്നും, പടം പിടിച്ചു കഴിഞ്ഞാൽ പ്യൂർ ബിസിനസ് അല്ല എന്നും, അബ്കാരി ബിസിനസ് അല്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പോയവനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പോയി കഴിഞ്ഞാൽ ശരി, അടുത്തതിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന മോർ വിഗർ വർക്ക് ചെയ്തിട്ടുള്ളതല്ലാതെ ചാനൽസ് ഒന്നുമില്ല. അത്രയും റിസ്ക്കിലാണ് അതൊരു. അല്ല, ഇന്നും റിസ്ക് തന്നെ. ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ ചാനൽ ഇത്രയും സാറ്റലൈറ്റ് റൈറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നവർ ബാക്കിയുള്ളവരെല്ലാം അവരുടെ ചാർജസ് എല്ലാം കൂട്ടി. പ്രൊഡ്യൂസറുടെ സ്ഥിതി പണ്ടും അത് തന്നെ, പണ്ട് എന്തായിരുന്നു അത് തന്നെയാണ്. പുതിയ തലമുറ അത്തരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇപ്പം പണ്ട് തിയേറ്റർ മാത്രം കൊണ്ട് വരുമാനം കൊണ്ടായിരുന്നു കാര്യങ്ങൾ, പ്രൊഡ്യൂസർ ലാഭമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പൻസേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതല്ല, ചാനൽസ് ഉണ്ട്. ഇല്ല, ചാനൽസ് വന്നത് കാരണം കൂടുതൽ ശല്യമായിട്ടേ ഉള്ളൂ. ചാനൽസിൻ്റെ ഇതിൻ്റെ ശരി സാറ്റലൈറ്റ് റൈറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ പടമാണെന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് അങ്ങനെയുള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ കാരണമാണ് പടം പിടിക്കുന്നവർ, അവരുടെ ഡിമാൻഡ്സ് കൂടും, ചിലവ് കൂടും, മനസ്സിലായില്ലേ. ഒരു 40 ലക്ഷം രൂപയ്ക്ക് ചിലവാക്കാന്നുള്ള പടത്തിന് ഈ പ്രൊഡ്യൂസർക്ക് ചിലവാക്കേണ്ടി വരുന്നത് 2 crores ആയിരിക്കും. ഇവൻ അവസാനമാവുന്നിടത്ത് അവൻ്റെ കാര്യം കേട്ടം തന്നെ, നീ കാശ് മുടക്കി പടം പിടിക്കണവൻ്റെ. ഇത് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ കാലത്താണ് ഈവൻ TV പോലും വരുന്നതിന് മുമ്പ് ഒരു 148-158 പടത്തിലൂടെ പോയ കാലം ഉണ്ടായിരുന്നു ഇന്ത്യൻ 7. ഒരു വർഷം. അപ്പോൾ അത് ഓരോ വർഷവും അനുസരിച്ച് കൂടിയിട്ടേ എത്തിയേ, അല്ലാതെ 10 നേരെ 140 ആയതല്ല. സോ അതിൻ്റെ ഇറ്റ് വാസ് അസെൻഡിങ്, ദി ഗ്രാഫ് ഈസ് അസെൻഡിങ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് വന്ന് സാറ്റലൈറ്റ് റൈറ്റ്സും കുന്തവും കുറച്ചൊക്കെ എല്ലാം വന്ന് കഴിഞ്ഞ ശേഷം ഇറ്റ് കെയിം ഡൗൺ ടു 40-42. അതുകൊണ്ട് അത് വലിയ പ്രയോജനമൊന്നുമില്ല. പ്രയോജനം ഉണ്ടായിട്ടുള്ളത് സം സ്റ്റാർസ്, അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, അവരുടെ സിംഗിടികൾക്കും കുറച്ചുണ്ടായിട്ടുണ്ട്. അത് സിനിമയെ ഗുണപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ദോഷപ്പെടുത്തിയിട്ടുള്ളത്. ക്വാളിറ്റി ഹാസ് കം ഡൗൺ. അതുകൊണ്ടല്ലേ 40 ആയത്, തിയേറ്ററിലാൾ പോകാതായി. അതെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് തോന്നുന്നത് അല്പം അനക്കം വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അതെ, അതൊരു വലിയ ഇതൊന്നും അല്ല. അതൊരു എന്തെന്ന് പറയാൻ, പട്ടികല്ലിട്ട് കൊടുക്കുമ്പോൾ ഒരു സംഭവമാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി പോയി, മനുഷ്യനുമായിട്ടുള്ള ബന്ധം പോയി, പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ടുള്ള ബന്ധം പോയി, ഡയറക്ടറും ആർട്ടിസ്റ്റുമായിട്ടുള്ള ബന്ധം പോയി, ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിനുമായിട്ടുള്ള ബന്ധം പോയി. ഇറ്റ് ബിക്കേം 100% എന്താന്ന് പറയാൻ അബ്കാരി ബിസിനസ്.
മോറലെസ്. ഒരു ക്രിയേറ്റീവ് ഒന്നും അല്ല, പോയി മനുഷ്യബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു. സോ ഐ വോണ്ട് സേ അതുകൊണ്ടാണെന്ന് തോന്നില്ല. കാരണം ഇത് ഈ വന്നതിന് ശേഷം ക്യാൻ യു ടെൽ ഒരു ഒറ്റ പ്രൊഡ്യൂസറുടെ പേര് പറയാം രക്ഷപ്പെട്ടവനെ? ഇല്ല. ഒരു പടം കയറി ക്ലിക്കായെന്ന് വരും, അടുത്തിൽ പോകുന്നിടത്ത് വീണ്ടും ചിരട്ടയുണ്ട് കയ്യിൽ. അതെ അതെ അതെ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് പ്രൊഡ്യൂസർ ക്ഷീണിച്ചാലും ഈ ഇങ്ങനെ ഒരു വെറും പക്കാ മനുഷ്യനെ വിൽക്കുന്ന ബിസിനസ് അല്ലാതെ വന്നപ്പോൾ ഈ സത്യൻ സാറിൻ്റെയും നസീറിൻ്റെ ഒരു കാലത്ത് ഒരു പ്രൊഡ്യൂസർ പൊടിച്ചു കഴിഞ്ഞാൽ ദേ യൂസ് ടു ഹെൽപ്പ് യു മേക്ക്. ഉണ്ട്. അതിന് ശേഷം എല്ലാവരും ചെയ്തിരുന്നു. അതെ, ടിൽ ദിസ് കെയിം. അല്ല, സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു 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 എന്താ പറയാൻ ഈ കൊടുത്തു കൊല്ലുന്ന ഒരു ബിസിനസ്സായിരുന്നു. അല്ല, അത് പോട്ടെ, നമുക്ക് നോക്കാണെന്നുള്ള ഇപ്പോൾ ഈ കുടുംബത്തിലും അങ്ങനെ ആയിട്ടുണ്ട്. സിനിമയുടെ മാത്രം കുഴപ്പമില്ല, അതെ മാറ്റത്തിൻ്റെ. എങ്ങനെയാണ് ഈ പുതിയൊരു കാലത്ത് ഇത്രയും വർഷത്തെ ഒരു 17 അത്രയും ഇതായി ഒരു നമ്മുടെ സമൂഹത്തെ വിലയിരുത്തുക, ഒരു കാഴ്ചപ്പാടെങ്ങനെ നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു ഈ കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും സിനിമയിലും ഇതിപ്പം സിനിമയിൽ അത് സമൂഹത്തിലുണ്ടായിട്ടുള്ളത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അത് ചേഞ്ച്, യു ഹാവ് ടു അക്സെപ്റ്റ് ചേഞ്ച്. ദാറ്റ് ഇസ് ഓൾ. അതിനെ പിടിച്ച് തിരിച്ച് പുറകോട്ട് കൊണ്ടുപോകാനും നോക്കില്ല. എല്ലാം വെറും ഇന്നലത്തെ എല്ലാം ഗംഭീരം, ഇന്നത്തെ ബോറെന്ന് പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കൂട്ടുകുടുംബം കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ അണുകുടുംബമായി, ഇപ്പോൾ കൂട്ടുകുടുംബമില്ല, മറ്റേ സ്വർഗ്ഗമായിരുന്നു, ഒന്നുമല്ല. കാരണം അയാളെ ഭാര്യയും കഷ്ടിച്ച് മക്കളാരെങ്കിലും സുഖമായിട്ട് ജീവിച്ചെന്നുള്ളതല്ല, മറ്റവരെല്ലാം അടിമകളായിരുന്നു. എല്ലാവരും കള്ളന്മാരും കള്ളുകുടിയന്മാരും രാത്രി തേങ്ങ മുട്ടിക്കുന്നവരായിരുന്നു, അനന്തരന്മാർ. ഇറ്റ് വാസ് നോട്ട് എ വെരി ഹാപ്പി ലൈഫ് ഈ കൂട്ടുകുടുംബത്തിൽ. അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെ, ഇപ്പോൾ നേരെ മറിച്ച് മറ്റേ ഒന്നുമില്ലെങ്കിൽ ഒരു അപകടം വന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഷ്ടം വേറൊരു രീതിയിൽ മാറി എന്നുള്ളതേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഈ നെവർ ട്രൈ ടു ഗോ ബാക്ക്. ഈ പണ്ടുണ്ടായിരുന്ന എല്ലാം ഭയങ്കര ഗംഭീരമായിരുന്നു, ഇപ്പോൾ ബോറാണ്. അങ്ങനെയൊന്നും അല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ ചേഞ്ച്. പണ്ട് സ്ത്രീകളുടെ ഒരു അവസ്ഥ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു മഹാബോറായിരുന്നു പണ്ട് സ്ത്രീകളുടെ അവസ്ഥ. ഇപ്പോൾ വളരെ ഭേദമാണ്. നിങ്ങൾ ഓരോ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഈ നായർ കുടുംബത്തിൽ പോയി നോക്കിക്കൊണ്ട് അവർ 4 ഓരോ മക്കളുടെയും തന്ത വേറെ ആയിരിക്കും. അടുത്ത് വരുന്ന ഏതാണ്ട് അമ്പലത്തിൽ വരുന്ന പൂജാരി ആയിരിക്കും ആദ്യത്തെ, രണ്ടാമതും ആരാനായിരിക്കും, അത് കഴിഞ്ഞാൽ വാരരായിരിക്കും. അതങ്ങനെ കുട്ടികളെ കൊണ്ട് പറയാൻ നിവൃത്തില്ല. ജസ്റ്റ് ഈ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോറ്റി വരണ അവിടുത്തെ അമ്പലത്തിലുള്ളവനെ കാരണവരെ പിടിച്ച് എന്താ പറയണേ, പടിപ്പരെ താമസിപ്പിക്കുന്നു. ഇതിന് ഗർഭമായി കഴിഞ്ഞാൽ അയാളെ പറഞ്ഞേക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വളരെ സുഖമൊന്നും ആയിരുന്നില്ല അന്നത്തെ പെണ്ണുങ്ങൾക്ക്. യാതൊരു വോയിസും ഇല്ലായിരുന്നുള്ളത്. പണ്ട് സ്ത്രീകൾ വളരെ സുരക്ഷിതമായിരുന്നുണ്ട്. ശ്രീരാമൻ്റെ കാലത്തെ ലക്ഷ്മി രാവണൻ സീതയും കെട്ടുകൊണ്ട് പോയില്ല. അപ്പം അത് ഒന്നുമില്ല, പറയാനെങ്കിലും ആളുണ്ടല്ലോ, ചോദിക്കാൻ ആളുണ്ടല്ലോ. പണ്ട് അതും ഇല്ലായിരുന്നില്ല. അതെ, പണ്ട് ന്യൂസ് പേപ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചാനൽസ് ഉണ്ടായിരുന്നില്ല. ആരും ഈ ചാനലുകാരനും ന്യൂസ് പേപ്പറുകാരും ചെയ്യും പോലെ ഈ സ്ത്രീ വീടിനെ ഒരു ബിസിനസ്സാക്കി മാറ്റിയില്ല. ജസ്റ്റ് എക്സ്പ്ലോയിൻ ചെയ്ത് പറഞ്ഞിട്ടല്ലേ. ഇവർക്ക് ആർക്കെങ്കിലും ഇവരുടെ വല്ല സിമ്പതി ഉണ്ടോ? ഇല്ല. ഇവർക്ക് വേണ്ടി ഇവന്മാരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് ദാറ്റ് അവരും ഇവരെ ക്യാഷ് ചെയ്യാൻ നോക്കുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമല്ല. സ്ത്രീ വിമോചനമായിട്ടുള്ള ഒരു കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീ വിമോചനത്തിൻ്റെ അതിൻ്റെ തുടർച്ചയാണ് അത്തരം ഒരു അതിങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഡോണ്ട് ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇവിടെ ഇത് വന്നത് ഇവിടെ വലിയ കാര്യമായിട്ട് ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് പൂനെയിൽ നിന്ന് ഏതാണ്ട് ഇതെല്ലാം കത്തിച്ച് കളയാൻ ഒരു സാധനം വന്നത്. ഇന്നത്തെ പേപ്പറിൽ കാണുന്നത് സംഗതിയെല്ലാം കത്തണില്ല. അതുപോലെ ഇങ്ങനെ ഓരോന്ന് വരും, കത്താതെ പോവും. അപ്പം വേറൊരു മൂടുപടത്തിലെ കൊച്ചു കുഞ്ഞിൽ നിന്നുള്ള സ്പിരിറ്റിലെ ക്യാപ്റ്റൻ നമ്പ്യാരിലേക്കുള്ള ദൂരം അളന്നാൽ സാറിന് എന്താണ് അതിൻ്റെ ഒരു ഇത്രയും അന്ന് തൊട്ട് തുടക്കം മുതലുള്ള ഏറ്റവും പുതിയ തലമുറ വരെ എത്തി നിൽക്കുകയാണ് സാറിൻ്റെ ഒരു മലയാള സിനിമയുടെ തുടക്കം എന്ന് തന്നെ പറയാം. 70 അതിൻ്റെ ഒരു വലിയ ഇതായിട്ടില്ല. ആരംഭത്തിൽ സിനിമ പോപ്പുലറായി വരുന്നൊരു കാലം മുതൽ സാറ് അതെ അന്ന് സൊസൈറ്റിയിലുണ്ടായിരുന്ന താറാവുകാരൻ പോലും ഇന്നുണ്ടോന്ന് എനിക്ക് സംശയം. സാറിൻ്റെ ഒരു പടമുണ്ട്, ഞാൻ എന്താണ് താറാവ്, അതോ താറാവെന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ മറ്റൊരു താറാവുകാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോ തന്നെ ഇന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി വന്നിട്ട് ലേറ്റസ്റ്റ് ഇപ്പോൾ വന്നതിൽ
ഇപ്പോൾ വന്നതിൽ ലേറ്റസ്റ്റ് വന്ന ഇതാണ്. അത് പടം ഓടണില്ലാന്ന് തോന്നുന്നു, പരസ്യമില്ല ഒന്നുമില്ല. പ്രഭുവിൻ്റെ മക്കൾ എന്നൊരു പടം വന്നിട്ടുണ്ട്. അതിനുമ്പോൾ ആൾ ശ്രദ്ധിച്ച പടം സ്പിരിറ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ആ ദൂരം അത് തന്നെയാണ്. എന്ത് തോന്നുന്നു സാർ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സാറിൻ്റെ ഒരു എന്തായിരുന്നു സാർ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താ? ഒരു സാധാരണ പണ്ട് എന്താണ് ഫീലിംഗ് അതേ ഫീലിംഗ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വാട്ട് എവർ യു സീ അതിൽ വെറും ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് അല്ലാതെ ഈ അതൊരു ഭയങ്കര ഒരു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പണ്ട് ഈ ഉദയനൻ കുടുംബയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കുടമില്ല പൂമാലയും വെച്ചുകൊണ്ട് ചില കുടുംബയെ വയ്ക്കുക. ഇന്ന് കുടുംബയും കൊണ്ട് നടക്കണം ആമ്പിള്ളേർ ആരെങ്കിലും അവർക്ക് ഇഷ്ടമാവുമോ? ആരെങ്കിലും കുടുംബം വയ്ക്കാൻ വേണ്ടി ഈ കുടമില്ല പൂ കെട്ടി വയ്ക്കുമോ? ആ ചേഞ്ചേ ഉള്ളൂ. അത് ആ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ജസ്റ്റ് ലൈക്ക് ഈ ഹെയർ സ്റ്റൈൽ മാറും പോലെ. അല്ല സാറിന് ഒരു ജീവിതത്തോടൊരു ഒരു സംതൃപ്തി, ആഹ്ലാദം ചിലരുടെ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു കാലഘട്ടം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ചില ഫീലിങ്സും ചില റിഫ്ലക്ഷൻസും ഉണ്ടാകും. ഇത്രയും വർഷം സിനിമയിൽ നിന്ന് പറയും പ്രവർത്തിച്ചു. എന്താണ് സാറിൻ്റെ ഒരു ഫീലിംഗ് ഇപ്പോൾ? എൻ്റെ ഫീലിംഗ് ഉണ്ട്, ഞാൻ താങ്ക്ഫുൾ ടു ഗോഡ്. കാരണം കണ്ണൂർ നോക്കുമ്പോൾ എൻ്റെ മോളുള്ളവരെക്കാളും കൂടുതൽ ആൾ താഴെയാണ്, എന്നെക്കാളും കൂടുതൽ സഫർ ചെയ്യുന്നവർ, എന്നെക്കാളും സഫറിങ് കുറഞ്ഞ ആളുകൾ ലോകത്ത് വളരെ ചുരുക്കമാണ്. സോ ഐ എം ഹാപ്പി ബൈ മൈ സെൽഫ് ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ്. ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തിന് ഞാനൊരു ജിംഖാന പോലെയോ ഇതെന്ന് പറയാൻ ഹെൽത്ത് ക്ലബ്ബ് പോലെയൊക്കെ കാണുന്നവനാണ്. യു ഗോ ടു ഹെൽത്ത് ക്ലബ് ഫോർ മസിൽ ഓഫ് യുവർ ബോഡി ആൻഡ് യു ഗോ ടു ടെമ്പിൾ ഫോർ ദാറ്റ് ഓഫ് ദി മൈൻഡ്. മനസ്സിലായില്ല? അതിന് അമ്പലത്തിൽ തന്നെ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇവരെല്ലാം ഇവിടെ തന്നെ ബ്യൂട്ടി പാർലറിൽ തന്നെ പോകണം മുടി കെട്ടി വയ്ക്കാൻ. വേണ്ടില്ല പക്ഷെ വേണം അല്ലേ? എല്ലാത്തിനും ഒരു സ്ഥലമുണ്ട്. അല്ലെ പിന്നെ ഗുരുവായൂരിന് ഇത്രയും വലിയ ഇത് വരില്ലല്ലോ. ദാറ്റ് ഇസ് ബിക്കോസ് ഗുരുവായൂരിൽ ഈ ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷനുള്ള സ്ഥലം ഗുരുവായൂർ സ്ഥലമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതുള്ളതുപോലെ മനസ്സിലായി. ഈ അമ്പലങ്ങൾ താനേ അതിന് ശേഷം കൃത്രിമമായിട്ടുണ്ടാക്കിയ അമ്പലങ്ങളുണ്ടായിരിക്കും. ഇതിൻ്റെ ഒക്കെ പുറമെ വേണ്ട യു ഗോ ടു എ പ്ലേസ്. എന്തിനാ ക്ലബ്ബ് ഇത് വായനശാലയിൽ പോയിരുന്ന് വായിച്ചുകൊണ്ടിരുന്നത്? ന്യൂസ് പേപ്പർ കിട്ടുമല്ലോ. വൈ യു ഗോ ടു എ ലൈബ്രറി ടു റീഡ് ദെയർ? ഇവിടെ ഇരുന്ന് വായിച്ചാൽ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ മൂന്നുപേർ കയറി വരില്ലേ? യു ഗോ ടു എ ലൈബ്രറി, യു ക്യാൻ റീഡ്, കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ്. യു ഗോ ടു എ ടെമ്പിൾ, യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഗോഡ് വിതിൻ യു. അത്രയേ ഉള്ളൂ. അതെ, അത് ഞാൻ ഈ ദൈവത്തിന് കൈക്കൂലി വാങ്ങിക്കാണ്ടിരിക്കുന്ന ആളാണെന്ന് ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയി പൈസ കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദി റണ്ണിങ് ഓഫ് ദി ടെമ്പിൾ, നോട്ട് ഫോർ ഗോഡ്. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഈ മഹാദേവർക്ക് ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞിട്ട് കളക്ഷൻ നടന്നാണ്. ഞാൻ ചീത്ത പറഞ്ഞു വിടുന്നത്, ഈ വിശ്വം മുഴുവനും കയ്യിലുള്ള ആളാണ്, നിങ്ങൾ മണ്ണടിച്ച് കിടക്കണം, നിങ്ങൾ അങ്ങനെ ഭിക്ഷക്കാരനാണ് ദൈവം. നിങ്ങൾ അമ്പലത്തിന് വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് പരിപാടികൾ നടത്താൻ കൂടുതൽ സ്ഥലം വേണം, ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുള്ളൂ തോന്നി. അതൊരു ദൈവത്തിൻ്റെ മുമ്പേ അത് ദൈവത്തിന് വേണ്ടിയാണെന്ന് പറയില്ല, ഇറ്റ് ഈസ് ഫോർ ദി സൊസൈറ്റി. പർട്ടിക്കുലർ ആയതെങ്കിലും നമ്മളൊരു ഭക്തി മനസ്സിലൊരു ആത്മീയതയുണ്ട്. ആത്മീയതയ്ക്ക് നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടോ, അങ്ങനെ ഒരു ഭക്തി തോന്നുന്ന ഒരു? ഇല്ല, അത് പലപ്പോഴും അങ്ങനെ ഇങ്ങനെ ഒരു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഗണപതി കോലിച്ച് നിന്നാൽ ഗണപതിയാണ്, ശബരിമലയിൽ പോയ അയ്യപ്പനാണ്, ഗുരുവായൂർ പോയ കൃഷ്ണനാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പറ്റിയ സ്ഥലങ്ങളാണ്. ഏത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, സൈറ്റ് സീയിങ്ങിന് പോയി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ. ആ ഒരു ബട്ട് ബേസിക്കലി ഇത് സെയിം. പുതിയ തലമുറയുടെ എന്തെങ്കിലും സാറിൻ്റെ ഒരു ഇത്രയും വർഷത്തെ അനുഭവത്തിൽ എന്തെങ്കിലും എന്താണ് പുതിയ തലമുറ? വലിയ വ്യാമോഹങ്ങളൊന്നും വേണ്ട. വർക്ക് ഹാർഡ് ആൻഡ് ട്രൈ ടു എൻജോയ് വാട്ട് യു ഡു. ബി ട്രൂ ടു യുവർ സെൽഫ് ആൻഡ് ടു ദി പ്രൊഫഷൻ. പരാജയവും വിജയവും ഒക്കെ കൂടെ ഉള്ളതാണ്. എല്ലാത്തിലും വിജയം മാത്രം നോക്കണ്ട. കുറച്ച് പരാജയം ഇല്ലെങ്കിൽ വിജയം എൻജോയ് ചെയ്യാനും പറ്റില്ല, ഇല്ലേ? സാർ അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ സിനിമയിലല്ല, കെ എ ബാസിൻ്റെ പടത്തിൽ അഭിനയിച്ചതിനാണ്. അമിതാഭ് ബച്ചൻ ആദ്യം അഭിനയിച്ചത് ഞാനൊരു 30ഓളം കഴിഞ്ഞിട്ട് 50ഓളം കഴിഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ അഭിനയിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. അതെ അതെ. എങ്ങനെയാണ് ഇപ്പോഴും അത്തരം ബന്ധങ്ങളുണ്ടോ അവിടുത്തെ ഹിന്ദി സിനിമയുടെ എന്തെങ്കിലും? ഇല്ലെങ്കിൽ സ്നേഹമുണ്ട്. കാണാൻ നേരത്ത് ഹലോ പറയാറുണ്ട്. ഇന്നലെ ആൾ ഊട്ടിയിൽ വന്നപ്പോൾ മോഹൻലാലുണ്ട്, മോഹൻലാൽ വിളിച്ച് ഫോൺ കൊടുത്ത് സംസാരിച്ചു. അതിൽ ഇവിടെയുള്ള ആളുകളെടുത്തും അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൂടെ പഠിച്ച ആളുകളെടുത്തുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ല ഈ പ്രൊഫഷനിൽ വരുന്ന ആളുകളെടുത്ത്. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, അവിടെ വേണ്ടി കമ്പനി അടിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ മനസ്സിനകത്തവരുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ
ഇതിനിടയ്ക്ക് മിസ് ചെയ്തു പോയിട്ടുണ്ട്, അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രത്തെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് തോന്നിയെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഫിലിം ചേരുന്നുണ്ട്. ഞാൻ തന്നെ ഏതെങ്കിലും കഥാപാത്രം ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്, മനസ്സിലായില്ലേ. ഈവൻ എന്തെങ്കിലും പടം ഒരു കഴിഞ്ഞ ഇത് ഇടയ്ക്കൊരു മിനി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടം എടുത്തതല്ലാതെ ഒരു 85-86 ശേഷം ഞാൻ ശരിക്കും പ്രൊഡ്യൂസും ചെയ്തിട്ടില്ല. അതിന് കാരണം ഇതാണ്, ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ചെയ്യാനും സുഖമാണല്ലോ. അങ്ങനെ ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ള സത്യമാണ്. അതെ 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 അതെ. ഈ സ്റ്റുഡിയോ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയ അല്പം സന്തോഷത്തിൽ ഒന്നും അതുമാണ്. ഐ വാസ് ഫോഴ്സ്ഡ് ടു മേക്ക് ഫിലിംസ്. ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലെടുത്ത പടം ഒന്നും ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടില്ല, കാരണം അത്ര അമോഘങ്ങളായ സബ്ജക്ട്സ് ആയിരുന്നു. എനിക്കത് വർക്ക് ചെയ്തിട്ട് ഈ സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു മസ്റ്റായി തീർന്നു എന്നുള്ളതല്ല, മനസ്സിലായി. എനിക്കൊന്ന് വിത്ത് പ്ലഷർ ഡയറക്റ്റ് ചെയ്യാൻ തോന്നിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നടന്മാർക്ക് ചില കഥാപാത്രങ്ങളോട് ചില ആത്മബന്ധം തോന്നും, അഭിനയിപ്പിക്കണം, ചെയ്യണം. അത് എനിക്ക് അങ്ങനെയുള്ള എനിക്ക് ജീവിതത്തിൽ അതെല്ലാം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് അക്കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന, മനസ്സിലായി, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അത് ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഒരു 10 മടങ്ങ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അപ്പോൾ അതല്ലാതെ ഒരെണ്ണം കിട്ടിയതാണ് ഇത്. ഈ സ്പിരിറ്റിൻ്റെ അകത്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഞാൻ ആ ജാതി അവനിച്ച് കണ്ട സ്പിരിറ്റ് കണ്ടല്ല, അത് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. കുടുംബം, വൈഫ്, ഒരു മോളേ ഉള്ളൂ. അവൾക്ക് ഒരു മോനുണ്ട്. അവനിപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ വാങ്ങിച്ചു. അത്രേ ഉള്ളൂ കുടുംബം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇനിയിപ്പം ഫൈറ്ററാണെന്ന് ആദ്യം പറഞ്ഞു. ഞാനത് എൻ്റെ ഈ പ്രൊഫഷൻ്റെ കാര്യത്തിലാണ് പറയുന്നത്, മൈ കരിയർ. അതിൻ്റെ അല്ലാതെ വെളിയിറങ്ങി ഇതെല്ലാം നടക്കണം. നമ്മുടെ ഒരു ഇതാണ്, ഒരു അസേർട്ട് ചെയ്യാന്നുള്ളൊരു ഇതാണ് സാർ ഉദ്ദേശിച്ചത്. ഒരു മടങ്ങി വരെ ഉണ്ടാവും നിർമ്മാതാവ്, സംവിധായകനോ, ഒരു സംവിധായകന്റെ മടങ്ങി വരെ ഞാനങ്ങും പോയില്ലല്ലോ. അല്ല, സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഡ്യൂസറുടെ താഴെയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്നെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രൊപ്പറേറ്ററെ പ്രൊഡ്യൂസർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇനി പടം പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു ഈ ക്യാരക്ടർ ഇതിൻ്റെ ഷോർട്ട്സ് എടുക്കാൻ പോലും ഇവന് യോഗ്യതയില്ലാൻ തോന്നിയാൽ മാത്രമേ മറ്റൊരാളിനെ വിളിക്കാതിരിക്കുള്ളൂ. ബിക്കോസ് എൻ്റെ പടത്തിൽ ഞാൻ ഓക്കെ ചെയ്യാത്ത ഒരു ഷോട്ടും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ. അപ്പം ഈ ഡയറക്ടറായിട്ട് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും BA പരീക്ഷ എഴുതാൻ നിർത്തും, മനസ്സിലായില്ലേ. MA പാസ്സായ ഞാൻ വീണ്ടും BA പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കും പോലെയാണ്. സിനിമ സംവിധായകന്റെ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. സംവിധായകൻ അതിൻ്റെ അപ്പുറത്തുള്ള ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവനായതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എഡിറ്റർ, ക്യാമറാമാൻ, ഡാൻസ് മാസ്റ്റർ, അതുപോലെ തന്നെ ഷോർട്സ് എടുക്കുന്ന ഒരാളാണ് ഡയറക്ടർ. ഈ ഡയറക്ടർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ ടൈറ്റിലെ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ ഹീസ് ദ പ്രൊഡ്യൂസർ ഓഫ് ദി മൂവി. തിയേറ്ററിൽ പറയുമ്പോൾ അങ്ങനെ പ്രൊഡ്യൂസർ പറയാറ് അല്ലേ? ഞാൻ ഓൺലൈൻ തിരുത്തി പറയണേ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പടത്തിൽ ഈ ഡാൻസ് എടുക്കുമ്പോൾ ഈ ഡയറക്ടർ വല്ല മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് വീഡിയോ വലിക്കുന്ന കാണാം. പാട്ടെടുക്കുമ്പോൾ ഡാൻസ് മാസ്റ്ററാണ് എടുക്കുന്നത്, സ്റ്റണ്ട് എടുക്കുമ്പോൾ സ്റ്റണ്ട് മാസ്റ്ററാണ് എടുക്കുന്നത്, മനസ്സിലായില്ലേ. പിന്നെ എഴുതി കൊടുത്ത 5-6 ഡയലോഗിൻ്റെ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ യു കോൾ ഹിം ദ ഡയറക്ടർ ഇൻ ദി ലിറ്റററി സെൻസ് ഓഫ് ദി വേർഡ്? നോ, മനസ്സിലായില്ലേ. അത് എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയും കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം, അതിന് മുമ്പ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഉച്ചവരെ എടുത്ത ഷോട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കിയിട്ട് ഇതെല്ലാം മാറ്റിയെടുക്കുമെന്ന് പറയാം. ടു ദി മാൻ ഹൂം യു കോൾ ഡയറക്ടർ. ഇന്നത്തെ ഡയറക്ടറേ അല്ല, ഇന്ന് നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ നമ്മൾ സ്പോട്ടിൽ പോയില്ല എന്ന് വരികയിലും അയാൾ രാവിലെ തൊട്ട് ഉച്ചവരെ എടുത്തുകൊണ്ട് ലഞ്ച് ടൈമിൽ ഇട്ട് കഴിഞ്ഞിട്ട് യു ടേക്ക് റീഷ് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞ് വിട്ട് അയാളെ കൊണ്ട് എടുപ്പിക്കാം, മനസ്സിലായില്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡ്യൂസർ ഇസ് ഇപ്പോൾ നമ്മൾ ടൈറ്റിലൊക്കെ വരുന്നൊരു ഡയറക്ടറുടെ പേരാണ് വയ്ക്കണേ. കാരണം പാവം പ്രൊഡ്യൂസർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. മോസ്റ്റ് ഓഫ് ദം ആർ ഇഗ്നറന്റ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി സെറ്റ്. ഏറ്റവും ഇഷ്ടം തോന്നിയ സംവിധായകനാരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് വിൻസെന്റ് മാസ്റ്ററാണ്. ഒരുപാട് സിനിമകളിലോ സാർ? അതെ അതെ. ബാക്കി ഒരു ഫിലിം മാൻ. അദ്ദേഹത്തിന്റെ സവിശേഷത ഏത് സംവിധായകന്റെ സവിശേഷത? ഒരുപാട് പണി അറിയാമെന്നുള്ളത് തന്നെ. വേറെന്താ, ഹി നോസ് ഹിസ് മീഡിയം. ഇപ്പോൾ ആരാണ് ഹൂസ് ദി ഹൂസ് ദ റിയൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചാൽ രാമു കാര്യാട്ട് ഇസ് എ പ്രൊഡ്യൂസർ. പക്ഷെ ബാബുവിൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് രാമു കാര്യാട്ട് ഫ്രം A to Z എല്ലാം മുഴുവൻ എല്ലാം ഓർഗനൈസ് ചെയ്തെടുത്തതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതാണ്. ബട്ട് ഡയറക്ടർ എന്നാണ് രാമു കാര്യാട്ടിനെ പറയുന്നത്. ബട്ട് ഐ വിൽ കോൾ ഹിം ദ പ്രൊഡ്യൂസർ and I will call Babu the proprietor.
because he has nothing to do with the making of the movie. Only thing is they spend money for it. ഏവൻസിനെ കുറിച്ച് മാസ്റ്റർക്കുള്ള ഒരു അങ്ങനെ ഇതിൻ്റെ ഈ മീഡിയയെക്കുറിച്ച് ഇത്രയധികം ബോധമുള്ള ആൾ, എല്ലാ ക്യാമറാമാനാണെന്ന് അറിയില്ല, എല്ലാത്തിനെ കുറിച്ചും ബോധമുള്ള ഒരാൾ. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള പി എൻ മേനാണ്. പി എൻ മേൻ വെച്ചാൽ ഹി സീസ് ദ ഫിലിം. അയാളുടെ മനസ്സിൻ്റെ അകത്ത് ഈ പടം എന്താണെന്ന്, ആസ് എ പെയിൻറ്ററായിരുന്നല്ലോ യുവൻ ആർട്ടിസ്റ്റ്. അയാൾ സിനിമ ഷൂട്ട് ചെയ്യാൻ വരണതിന് മുമ്പ് തന്നെ അയാളുടെ മനസ്സിൽ സിനിമ കാണും അയാൾ. അങ്ങനെ അയാൾ എടുക്കണേ. അപ്പോൾ ഇത്രയൊന്നുമില്ല, അത് ആ മനസ്സിൽ കണ്ടത് ഷൂട്ട് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഇതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ലാതെ കുറേ സിനിമയിൽ ഇങ്ങനെ നടന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായി അതായത് ഏതെങ്കിലും ഹീറോയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് എവിടെയെങ്കിലും പാവം ഒരു ദുബായ്ക്കാരനെ കൊണ്ടുവന്നിട്ട് കുറേ കാശ് ചിലവാക്കിയിട്ട് ലെഫ്റ്റും റൈറ്റും പറഞ്ഞിട്ട് ഷൂട്ട് എടുക്കണമെന്നല്ല. ഹീ ഈസ് നോട്ട് ദി ഡയറക്ടർ. പുതിയ തലമുറയിൽ ഏതെങ്കിലും സംവിധായകരോട് അത്തരം ഒരു അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല കാര്യമായിട്ട്. ഞാൻ പുതിയ തലമുറയല്ലല്ലോ. ഇപ്പോൾ രഞ്ജിത്തിനൊന്നും പുതിയ തലമുറ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുതിയ തലമുറ അവർ നല്ല പ്രഗത്ഭന്മാരുണ്ട്. ബട്ട് ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദം. പ്രതീക്ഷയുള്ള ആരെങ്കിലും തോന്നിയിട്ടുണ്ട്? പലരുമുണ്ട്. നായികമാരെ കുറിച്ചുള്ള എന്തെങ്കിലും നായികമാർക്ക് ഈ പറഞ്ഞില്ലേ, ഈ സാറ്റലൈറ്റ് റേറ്റ്സ് വന്നപ്പോൾ ആരാ അഭിനയിക്കണം ചോദിച്ചിട്ടാണല്ലോ. അതിൽ സ്ത്രീ ആരാണെന്ന് ചോദിക്കണം, കാലം പോയി. മനസ്സിലായില്ലേ? ആരോടത്താണ് കൂടുതൽ നമുക്കൊരു ഒരു സ്ക്രീൻ സ്പേസ് കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓരോ ക്യാരക്ടർ അനുസരിച്ചിട്ട് തോന്നിയിട്ടുള്ളതല്ല. ചില ഇപ്പോൾ ശാരദ അഭിനയിക്കുന്ന ക്യാരക്ടറിൽ പലതും ശ്രീവിദ്യയ്ക്ക് അഭിനയിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇവർ രണ്ടുപേരും ജയഭാരതി അഭിനയിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കില്ലായിരുന്നു. മനസ്സിലായി? സെയിം തിങ് വിത്ത് ഷീല. അങ്ങനെ ഒരു കംഫർട്ട് എന്ന് പറയാനുള്ള ഒരു ആരെയും എനിക്ക് പറയാൻ സാധിക്കണില്ല. അല്ല, ഈ പറഞ്ഞ ആളുകളെല്ലാം അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളാണ്. ഇപ്പോൾ കംഫർട്ടബിൾ അല്ലാതെ ഫീൽ ചെയ്യുന്ന ചില പുതിയ ആൾക്കാരോ ഇടയ്ക്ക് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ മേ നോട്ട് ബി നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനൊരു സുഖം തോന്നില്ലായിരിക്കും. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ചെയ്യുമ്പോൾ ഐ യൂസ് ടു ഫീൽ കംഫർട്ടബിൾ. അപ്പോൾ സ്വയംവരത്തിന് ശേഷം പിന്നെ അങ്ങനെ കാര്യമായി സീരിയസ് സിനിമ ഇത് ഒരു കുറഞ്ഞൊരു 50 എണ്ണമെങ്കിലും വന്നതാണ്. ഇത് തന്നെ ഈ ലാസ്റ്റ് ഒന്ന് റിലീസായെന്ന് പറഞ്ഞാൽ ഇത് സീരിയസ് സിനിമ. ഈവൻ ദാറ്റ് ഇസ് എ സീരിയസ് സിനിമ. ഒരു പക്ഷേ അതിനേക്കാളും സീരിയസ് സിനിമയാണ്. അതെ, സ്വയംവരത്തിനേക്കാളും സീരിയസ് സിനിമയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഐ വാസ് അസോസിയേറ്റഡ് വിത്ത് ചിത്രലേഖ. അന്ന് ഗോപാലകൃഷ്ണൻ പൂനെ പോകുന്നതിന് മുമ്പേ പരിചയമുണ്ടായിരുന്നു എനിക്ക് വിത്ത് ഭാസ്കരൻ. ഓക്കെ 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 ഓക്കെ.